കേംബ്രിഡ്ജിൽ നിന്നും ഓക്സ്ഫോർഡിൽ നിന്നും പഠിച്ച സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അത് പ്രായോഗികമാകില്ല എന്ന് കണ്ട സ്വന്തം സാമ്പത്തിക ദിശാബോധമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിനെ നയിച്ചത്. ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ദിലീപ് കുമാർ, താങ്കൾ ഒരുപാട് കാലം പ്രവർത്തിച്ച ഡൽഹി ആസ്ഥാനത്ത് ഇപ്പോൾ AICCയിൽ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ, അതേപോലെ അദ്ദേഹത്തോടൊപ്പം നടന്ന നേതാക്കന്മാർ, AICCയുടെ തലതൊട്ടപ്പന്മാരെല്ലാവരും. SKN, ഇപ്പോൾ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി വലിയ ജനപ്രവാഹമാണ് ഇപ്പോൾ അക്ബർ റോഡിലെ AICC ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ, പ്രമുഖ സംസ്ഥാന നേതാക്കളൊക്കെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മൃതദേഹം നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ സംസ്കാരം അവിടെ ആയിരിക്കും. പക്ഷേ സ്മാരകം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. യമുന തീരത്ത് നിഗംബോധ് ഘട്ടിനും രാജ്ഘട്ടിനുമൊക്കെ സമീപത്തായാണ് നിരവധി മുൻ പ്രധാനമന്ത്രിമാർ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവർക്ക് അന്ത്യവിശ്രമ സ്ഥലമുള്ളത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനൊഴികെ, അദ്ദേഹം ഹൈദരാബാദിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. മറ്റ് മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ഈ യമുന തീരത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്നു. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളെ, ഭാര്യ ഗുർശരൺ കൗർ, മക്കൾ ഉപീന്ദർ കൗർ, അമൃത് സിംഗ് തുടങ്ങിയവരെയൊക്കെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അതായത് ഈ യമുന തീരത്താണ് മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ ഉചിത സ്മാരകം വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല. ഈ അവസാന ചടങ്ങുകളൊക്കെ അവിടെ നടക്കട്ടെ, നിഗംബോധ് ഘട്ടിൽ നടക്കട്ടെ, പിന്നീടൊരു തീരുമാനമെടുക്കാം എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ യമുന തീരത്ത് സ്മാരകങ്ങൾ ഇനി വേണ്ടതില്ല എന്ന ഒരു തീരുമാനം നേരത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് എടുത്തതാണ് എന്ന കാര്യം കൂടി BJP നേതാക്കൾ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, അതോടൊപ്പം തന്നെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിന് തൊഴിലുറപ്പ് പദ്ധതി, വിദ്യാഭ്യാസ അവകാശ നിയമം, അങ്ങനെ തുടങ്ങി സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങളൊക്കെ, അതിനൊക്കെ ഒരു നേതൃത്വം നൽകിയ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിരുന്ന നേതാവാണ്, പ്രധാനമന്ത്രി, ഭരണാധികാരിയൊക്കെ ആയിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ഇന്ത്യ ലോക സാമ്പത്തിക രംഗത്ത് വലിയൊരു ശക്തിയായി കുതിച്ചുയരുന്നതിനു പിന്നിൽ മൻമോഹൻ സിംഗിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിലപാടുകളാണ് അടിത്തറയിട്ടത് എന്ന കാര്യത്തിനും സംശയമില്ല. വലിയ എതിർപ്പുകൾ ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ കാലത്ത് അത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ മൻമോഹൻ സിംഗിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ രാജ്യം അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഇത്തരം നയങ്ങൾ കൂടിയേ തീരൂ എന്ന ഉറച്ച നിലപാടായിരുന്നു നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ അന്ന് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കൈക്കൊണ്ടത്. പിന്നീട് രാജ്യം ലോക കമ്പോളത്തിൽ ഒരു മത്സര ശക്തിയായി മാറുന്നതിനും പിന്നീട് സാക്ഷ്യം വഹിച്ചു എന്നത് ചരിത്രമാണ്. അദ്ദേഹം തന്നെ 2014 അവസാനത്തെ വാർത്താ സമ്മേളനം ദേശീയ മാധ്യമ സെൻറ്ററിൽ ഡൽഹിയിൽ അവിടെ നടക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് 2014 ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പിന്നീട് പോകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ആ വാചകങ്ങളുണ്ട്. ചരിത്രം അദ്ദേഹത്തോട് ദയയുള്ളതായിരിക്കും എന്ന അഭിപ്രായം. അതേതാണ്ട് ശരിവെക്കും വിധം തന്നെയാണ് പിന്നീട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മുന്നേറിയത് എന്ന കാര്യത്തിൽ സോഷ്യലിസ്റ്റിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ, ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പിന്തുടർന്ന സമ്പദ് വ്യവസ്ഥ, അതിന് അവസാനം കുറിച്ച് ഉദാരവൽക്കരണ നയത്തിലൂടെ മാറ്റത്തിൻ്റെ വിപ്ലവം കൊണ്ടുവന്ന ആളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പരക്കെ അദ്ദേഹം വിമർശിക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം ഇങ്ങനെയുള്ള സുപ്രധാനമായ സാമ്പത്തിക നയപരിഷ്കാരങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രം മാറ്റിക്കുറിക്കുകയായിരുന്നു. ഇന്ന് ലിബറലൈസേഷൻ കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയും ഇന്ത്യക്ക് ബാക്കിയാകില്ല. ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് പൊതുദർശനം പുരോഗമിക്കുകയാണ്.